അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണം, ആഖിറത്തിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി നിങ്ങൾ ഓർക്കണം. ആ ചിന്തയാണ് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നത്, ആ ചിന്തയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. ബഹുമാന്യനായ അഷ്റഫ് സാഹിബദാ ദിവസങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റായി മരിച്ചപ്പോ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു, ഒന്നിച്ച് ദഅവാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും നമ്മളോട് കൂടെയുണ്ടായിരുന്നു. നിസ്കരിക്കാൻ നമ്മുടെ കൂടെയുണ്ട്, നോമ്പെടുക്കാൻ നമ്മുടെ കൂടെയുണ്ട്, പ്രസംഗത്തിന് സ്റ്റേജ് കെട്ടാൻ നമ്മുടെ കൂടെയുണ്ട്, നിസ്കരിക്കാൻ നമ്മുടെ കൂടെയുണ്ട്, എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെയുണ്ട്. ഒരു നിമിഷങ്ങൾ കൊണ്ടതാ ഒരു ആക്സിഡന്റ് വന്നുകൊണ്ട് ബഹുമാന്യനായ അഷ്റഫ് സാഹിബ് മരിച്ചപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഏത് സമയത്ത് മരിക്കുമെന്നോ, എവിടെ വെച്ച് മരിക്കുമെന്നോ, ഏത് ഘട്ടത്തിൽ മരിക്കുമെന്നോ ഒരാൾക്കും തന്നെ നിർവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഏത് ഘട്ടത്തിലും നമ്മൾ മരിക്കുന്നവരാണെന്ന ബോധം വേണം, ഏത് സമയത്തും ലോകത്തോട് വിട പറയേണ്ടവരാണെന്ന ബോധം വേണം. ഈ ചിന്ത നമ്മുടെ മനസ്സുകളിൽ പച്ചയായി നിലനിൽക്കണം. എങ്കിലേ 5 നേരത്തെ നിസ്കാരവും ശരിയാവുകയുള്ളൂ, അതേപോലെ തന്നെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായി തീരുകയുള്ളൂ. അതുകൊണ്ട് ആഖിറത്തിനെ കുറിച്ചുള്ള ബോധമില്ലേ, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലേ, അത് ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോ, സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ അവരൊക്കെ ആഖിറത്തിന് എത്രത്തോളം വില നൽകിയെന്നറിയുമോ? അവരൊക്കെ ആഖിറത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും പൊട്ടി കരയുമായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടതാ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കുടുംബത്തിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയാ. കുടുംബത്തിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുകയാണ്. ഇത് കണ്ട പ്രാണപ്രേയസിയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. ഇത് കണ്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ചോദിച്ചു, മോളെ എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി, നീ എന്തിനാണ് കരയുന്നത് മോളെ? മോളുടെ കണ്ണെന്തിനാ നിറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ ഭാര്യ അവിടത്തോട് പറയുകയാ, അങ്ങൊന്നിന്റെ കണ്ണ് നിറഞ്ഞപ്പോ എന്റെ കണ്ണുകളും നിറഞ്ഞുപോയി, അങ്ങൊന്നിന്റെ മനസ്സ് വിഷമിച്ചപ്പോ എന്റെ മനസ്സുകളും വിഷമിച്ചു പോയി. ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ, ഞാൻ കരഞ്ഞത് ദുനിയാവിലെ നഷ്ടങ്ങളോർത്ത് കരഞ്ഞതല്ല, ഭൗതിക ലോകത്തെ നഷ്ടങ്ങളോർത്ത് കരഞ്ഞതല്ല, ദുനിയാവിലെ സുഖാഡംബരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്ത് കരഞ്ഞതല്ല. നിന്റെ ഭർത്താവായ ഞാനില്ലേ, എന്റെ കണ്ണുകളെ കൊണ്ട് കരയിച്ചതെന്താണെന്നറിയുമോ? എന്റെ കണ്ണുകൾക്ക് കരയാനുള്ള കണ്ണുനീര് നൽകിയ കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്താ. ഏതാ ആയത്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് ഓതിക്കൊടുക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നു ആയത്ത്. ഏതാ ആയത്തെന്നറിയുമോ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. നരകത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ടില്ലാതെ നിങ്ങളിൽ ഒരാളും തന്നെയില്ല എന്നായത്തോതിക്കൊണ്ടതാ
അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാ. ഖുർആനിലെ ഈ ഒരായത്തോർത്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എത്രയെത്ര നരകത്തെ പരാമർശിക്കുന്ന ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു, പക്ഷേ നമുക്ക് കരയാൻ സാധിക്കുന്നില്ല, നമുക്ക് വേദനിക്കാൻ സാധിക്കുന്നില്ല, കരയാനുള്ള കണ്ണുനീര് വരുന്നില്ല. എന്താ? നരകത്തിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാ. നരകത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാ. നരകത്തെ നമ്മൾ പഠിക്കണം, നരകത്തിന്റെ ഭയാനതകൾ തിരിച്ചറിയണം, നരകത്തിന്റെ ഭീകരതകൾ തിരിച്ചറിയണം, നരകത്തിൽ അല്ലാഹു സംവിധാനിച്ചു വെച്ച ശിക്ഷാമുറകൾ അത് നമ്മൾ തിരിച്ചറിയണം. അതങ്ങ് പഠിക്കുമ്പോ, അതങ്ങറിയുമ്പോ നരകത്തെക്കുറിച്ചുള്ള ബേജാറ് നമുക്കുണ്ടാകും. നരകത്തിന്റെ ഭയാനതകൾ തിരിച്ചറിയണമെങ്കിൽ മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ ഈമാനുള്ള മനുഷ്യരേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ. അല്ലാഹു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നീ കാത്തുകൊള്ളണേ. അല്ലാഹു മുഅ്മിനുകളോട് പറയുകയാ. കാരണമെന്താ? നരകം ഇത്ര ഭയാനകരമാണോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ വിറകുകൾ എന്താ? നരകത്തിന്റെ വിറകുകൾ കല്ലുകളും മനുഷ്യരുമാ. നമ്മളെ വിറകുകളാക്കുന്ന നരകമില്ലേ? മനുഷ്യരെ വിറകുകളാക്കുന്ന നരകമില്ലേ? കല്ലുകളെ വിറകുകളാക്കുന്ന നരകമില്ലേ? ആ നരകത്തിന്റെ ഭയാനതകൾ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു പറയുന്നു, അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്, ആ നരകത്തിന് ചില കാവൽക്കാരായ മലക്കുകളുണ്ട്. എന്താണ് ആ മലക്കുകളുടെ പ്രത്യേകത എന്നറിയുമോ? ഗിലാലുൻ ശിദാദ്, അവർ പരുഷ സ്വഭാവികളാണ്, അവർ പരുഷ സ്വഭാവികളാണ്, കഠിന ഹൃദയത്തിന്റെ ഉടമകളാണ്. അവരാണ് നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ. ഖുർആനിൽ വേറെ സ്ഥലത്ത് കാണാം, അലൈഹാ 19, അതിന് 19 മലക്കുകളാണ് അതിന്റെ കാവൽക്കാരായുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിന്റെ കാവൽക്കാര് 19 മലക്കുകളാ. അബൂജഹൽ പറഞ്ഞു, 19 മലക്കുകളാണ് നരകത്തിന്റെ കാവൽക്കാരെങ്കിൽ 18 ആളെ ഞാൻ നോക്കിക്കൊള്ളാം, ഒരാളെ നിങ്ങളും നോക്കിയാ മതി. അബൂജഹൽ പരിഹസിച്ചു. അല്ലാഹു പറഞ്ഞു, നരകത്തിന്റെ കാവൽക്കാരുടെ എണ്ണം പോലും പറഞ്ഞത് അവിശ്വാസികൾക്കുള്ള പരീക്ഷണമാ, അവിശ്വാസികൾക്കുള്ള പരീക്ഷണമാ. അതുകൊണ്ട് മുസ്ലിമേ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നരകത്തിനെ കാവല് നിർത്തിയ മലക്കില്ലേ, ആ മലക്കിന്റെ ഒരു മലക്കിന്റെ ശക്തി എത്രയാണെന്നറിയുമോ? കോടിക്കണക്കിന് വരുന്ന മനുഷ്യരില്ലേ, ആ മനുഷ്യരെ മുഴുവനും മലർത്തിയടിക്കാനുള്ള കഴിവൊരൊറ്റ മലക്കിനുണ്ടെങ്കിൽ ഈ 19 മലക്കുകൾ കൂടിച്ചേരുന്ന ഇത്രയും ശക്തിയുള്ള ഈ 19 മലക്കുകൾ കാത്തു സൂക്ഷിക്കുന്ന നരകമില്ലേ, അതെത്ര ഭയാനകരമാണ്, അതെത്ര ഭീകരമായിരിക്കും. നമ്മൾ ചിന്തിക്കണം, അതെത്ര ഭീകരമായിരിക്കും. ഒരൊറ്റ മലക്കിന്റെ ശക്തി ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും തകർത്തു കളയാനുള്ള ശക്തി. അങ്ങനെയെങ്കിൽ ഈ 19 മലക്കുകൾ, ഈ ശക്തിയുള്ള 19 മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മാത്രമല്ല, നരകത്തിന്റെ ആഴം പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹ്, നരകത്തിന്റെ വ്യാപ്തി പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹ്. പൊന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ പഠിപ്പിക്കുകയാണ്. കുന്നാ മഅ റസൂലില്ലാ, ഞങ്ങളൊരിക്കൽ റസൂലുള്ളാന്റെ കൂടെയായിരുന്നു, ഞങ്ങൾ ലോകത്തിന്റെ നേതാവിന്റെ കൂടെയായിരുന്നു. ഇത് സമിഅ വജിബതൻ, ആ സമയത്തൊരു ശബ്ദം കേൾക്കുന്നു. ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ തന്നെ റസൂലുള്ള പറയുകയാണ്, തദറൂന മാ ഹാദാ, തദറൂന മാ ഹാദാ. വിശ്വാസികളെ, സ്വഹാബത്തെ, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാ, ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടങ്ങ് ചോദിച്ചപ്പോ ആ സ്വഹാബത്ത് പറയുകയാ, അല്ലാഹു വറസൂലുഹു അഅലം, അത് അല്ലാഹുവിനും റസൂലിനും അറിയാം, ഞങ്ങൾക്കതറിയില്ല റസൂലേ എന്നങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫാ, 70 വർഷങ്ങൾക്ക് മുമ്പില്ലേ നരകത്തിലേക്ക് എറിഞ്ഞൊരു കല്ലതാ, അതിപ്പോഴാണ് നരകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇട്ടൊരു കല്ലില്ലേ, അതിപ്പോഴാണ് നരകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലാ നരകത്തിന്റെ വ്യാപ്തി എത്രയാ, എങ്കിലാ നരകത്തിന്റെ ആഴം എത്രയാ. ഈ നരകത്തിൽ നിന്നല്ലേ നമുക്ക് രക്ഷപ്പെടാനുള്ളത്, ഈ നരകത്തിൽ നിന്നല്ലേ നമുക്ക് രക്ഷപ്പെട്ടു പോരാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ബോധവാന്മാരാകണം. ഇനി നരകത്തിന്റെ ഭയാനതകൾ തിരിച്ചറിയണമെങ്കിൽ നരകത്തെ പരലോകത്ത് കൊണ്ടുവരുന്നൊരു രംഗമുണ്ട്. പരലോകത്തതാ നരകത്തെ പടച്ചതമ്പുരാൻ കൊണ്ടുവരുന്നത് എങ്ങനെയാ? അല്ലാഹ് പറയാണ്, നരകത്തെ പടച്ചതമ്പുരാൻ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അതെങ്ങനെയാണെന്നറിയുമോ? യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാം. നാളെ നരകത്തെ വലിച്ചു കൊണ്ടുവരും. നാളെ പാരത്രിക ലോകത്ത് ആ നരകത്തിനതാ 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. നരകത്തെ നാളെ പരലോകത്ത് വലിച്ചു കൊണ്ടുവരുമ്പോ സുബ്ഹാനല്ലാഹ്, നരകത്തിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. മാ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ, ഓരോ കടിഞ്ഞാണ് വലിക്കാനും 70,000 മലക്കുകൾ ഉണ്ടാകും. ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ, നരകത്തെ നാളെ പാരത്രിക ലോകത്ത് വലിച്ചു കൊണ്ടുവരുമ്പോ അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണ് വലിക്കാനും സുബ്ഹാനല്ലാഹ് 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. എങ്കിലാ നരകത്തിന്റെ വ്യാപ്തി എത്രയാ, ആ നരകത്തിന്റെ ശക്തി എത്രയാ, ആ നരകത്തിന്റെ വലിപ്പം എത്രയാ, ആ നരകത്തിന്റെ ആഴമെത്രയാ, ആ നരകത്തിന്റെ വ്യാപ്തി എത്രയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നരകത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെട്ടു പോരാനുള്ളത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, നരകത്തിന് 7 കവാടങ്ങളുണ്ട്. മുസ്ലിമേ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, വിശ്വാസികളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. അല്ലാഹ് പറഞ്ഞില്ലേ, വ ഇന്ന ജഹന്നമ, തീർച്ചയായും നരകമെന്ന് പറയുന്നത് ലമൗഇദുഹും അജ്മഈൻ, അതെ, അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനമാണ്, അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനമാണ് നരകം. ലഹാ 7 അബ്വാബിൻ, മുഅ്മിനെ പഠിച്ചു വെക്കണേ, അതിന് 7 കവാടങ്ങളുണ്ട്. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മക്സൂം. ഓരോ വാതിലിലൂടെയും കടന്നു പോകാനുള്ള ആളുകളുമുണ്ട്. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. 7 കവാടങ്ങളിലൂടെയും കടന്നു പോകാനുള്ള ആളുകളുമുണ്ട്. നരകത്തിന് 7 കവാടമുണ്ട്. ആ 7 കവാടങ്ങളിലൂടെയും കടന്നു പോകാനുള്ള ആളുകളും അവിടെ ഉണ്ട്, നരകത്തിനുണ്ട് എന്നാണ്. ആലോചിക്ക സഹോദരങ്ങളെ, ഈ നരകത്തിൽ നിന്നാണ്
നമുക്ക് രക്ഷപ്പെട്ടു പോരാനുള്ളത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞില്ലേ, നരകത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നം വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നരകത്തിലേക്കതാ കൂട്ടം കൂട്ടമായി ആളുകളെ നയിച്ചു കൊണ്ടുപോവുകയാ. നരകത്തിലേക്ക് ആളുകളെ കൂട്ടം കൂട്ടമായി നയിച്ചു കൊണ്ടുപോവുകയാ. അങ്ങനെ നരകത്തിന്റെ അടുക്കലേക്ക് അങ്ങെത്തിയാൽ എല്ലാവരും ചിന്തിക്കണം, നരകത്തിലേക്ക് മനുഷ്യരെ ഇങ്ങനെ അടുപ്പിച്ച് കൂട്ടം കൂട്ടമായി ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ നരകത്തിന്റെ അടുക്കലേക്ക് അങ്ങെത്തിക്കഴിഞ്ഞാൽ ഫുതിഹത്ത് അബ്വാബുഹാ, നരകത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി തുറന്നു പോകും. ഓരോ വാതിലും അങ്ങ് തുറന്നു പോകുന്നതാണ്. വഖാല ലഹും ഖസനതുഹാ, ഓരോ വാതിലിലും കാവല് നിൽക്കുന്ന മലക്കവിടെ വെച്ച് പറയും, അലം യഅതികും റുസുലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ദൂതന്മാര് വന്നില്ലേ? ഓരോ വാതിലുകളിലും മലക്കുകളുണ്ട്. ഈ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ കാവല് നിൽക്കുന്ന മലക്കുകൾ ചോദിക്കുകയാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ദൂതന്മാര് വന്നില്ലേ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ ഓതി കേൾപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ ഓതി കേൾപ്പിച്ചില്ലേ? ആര്? മലക്കുകൾ ചോദിക്കും. അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ ഓതി കേൾപ്പിച്ചില്ലേ എന്ന് മലക്കുകൾ അവിടെ വെച്ച് ചോദിക്കുന്നു. വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, ഇങ്ങനെ എന്നെ കണ്ടുമുട്ടുന്നൊരു ദിവസം വരാനുണ്ട് എന്ന് നിങ്ങളോട് താക്കീത് നൽകുന്ന താക്കീതുകാരൻ വന്നില്ലേ എന്നവിടെ വെച്ച് മലക്കുകൾ ചോദിക്കും. എന്താ നമ്മൾ പറയാ? നരകത്തിന്റെ അടുക്കലേക്ക് അങ്ങ് ചൊല്ലുമ്പം വാതിലിങ്ങനെ തുറന്നു വെക്കും. നരകത്തിന്റെ അടുക്കൽ കാവൽക്കാരുണ്ട്. ചോദിക്കും, അല്ല മനുഷ്യ, നിന്റെ അടുക്കലേക്ക് ദൂതന്മാര് വന്നില്ലേ? അല്ല മനുഷ്യ, നിനക്ക് താക്കീത് നൽകാൻ, നരകത്തെക്കുറിച്ച് താക്കീത് നൽകാൻ നിന്റെ അടുക്കലേക്ക് താക്കീതുകാരൻ വന്നില്ലേ? സുബ്ഹാന റബ്ബീ, അവിടെയാണ് നമ്മൾ വിഷമിച്ചു പോകുന്നത്, അവിടെയാണ് നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് മുസ്ലിമേ, അത്തരമൊരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ, അത്തരമൊരു ഘട്ടത്തിന് വിധേയരാകാതിരിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എന്റെ ഈമാൻ ശരിയായിട്ടുണ്ടോ? എന്റെ ഇഖ്ലാസ് ശരിയായിട്ടുണ്ടോ? എന്റെ വിശ്വാസത്തിന്റെ മേഖലകൾ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ടോ? എന്റെ കർമ്മങ്ങളുടെ മേഖല എത്രത്തോളം ശരിയായിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കണം. അവസാനിച്ചിട്ടില്ല സഹോദരങ്ങളെ. ഇനി നരകത്തിലേക്കങ്ങ് മനുഷ്യനെ പ്രവേശിപ്പിച്ചാൽ എന്താണ് നരകത്തിലെ സ്ഥിതി എന്നറിയുമോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട, പഠിക്കേണ്ട വിഷയമാണ്. നരകത്തിലേക്ക് ഒരു മനുഷ്യനെ അങ്ങ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള പറഞ്ഞില്ലേ, മാബൈന മങ്കിബയ്യൽ കാഫിരി ഫിന്നാർ, നരകത്തിലേക്ക് ഒരു മനുഷ്യനെ പ്രവേശിപ്പിച്ചാൽ അവന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ എത്ര വഴി ദൂരമുണ്ടെന്നറിയുമോ? മസീറത്തു സലാസത്തി അയ്യാം. സുബ്ഹാനല്ലാഹ്, 3 ദിവസം യാത്ര ചെയ്താൽ എത്ര ദൂരം വരെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും? അത്രയും നീളമായിരിക്കും അവന്റെ 2 ചുമലുകൾക്കിടയിലുള്ള നീളമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ ഈ നരകത്തെക്കുറിച്ചൊന്ന് ഓർത്തുകൂടെ? ഈ നരകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? നരകത്തിലേക്കൊരു മനുഷ്യനെ ഇട്ടാൽ അവന്റെ 2 ചുമലുകൾക്കിടയിലുള്ള നീളം എത്രയാ? എത്ര വഴി ദൂരമാണെന്നറിയുമോ? 3 ദിവസം വഴി യാത്ര ചെയ്താൽ എത്ര ദൂരമാണോ നമ്മൾ എത്തുന്നത്, അത്രയും വൈദൂരത്തെ നീളമായിരിക്കും അവന്റെ 2 ചുമലുകൾക്കിടയിലുള്ള നീളമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ കോലം എന്തായിരിക്കും? ആലോചിക്കാൻ കഴിയുന്നുണ്ടോ മുസ്ലിമേ?
ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവസാനിപ്പിച്ചിട്ടില്ല. റസൂലുള്ള പറയുന്നു, ലിർസുൽ കാഫിരി ഔനാബുൽ കാഫിരി. അതേ, നരകത്തിലേക്കിടുന്ന കാഫിറിന്റെ പല്ലില്ലേ, നരകത്തിലേക്കിടുന്ന കാഫിറിന്റെ മോണയില്ലേ, അത് ഉഹുദ് മലയുടെ അത്രയും വലിപ്പമുണ്ടാകും. ആലോചിക്ക്, ഒന്ന് പഠിക്ക് മുസ്ലിമേ. നരകത്തിലേക്കൊരു മനുഷ്യനെ ഇട്ടാൽ അവന്റെ പല്ലില്ലേ, അതാ ഉഹുദ് മലയുടെ അത്രയും വലിപ്പമായിരിക്കും അതിന്. അവന്റെ മോണയില്ലേ, ആ മോണയും ഉഹുദ് മലയുടെ അത്രയും വലിപ്പമായിരിക്കും. നമുക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ആലോചനയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? എന്തൊരു വിരൂപമായ രൂപമായിരിക്കും അവർക്കുണ്ടാവുക. മാത്രമല്ല സഹോദരങ്ങളെ, വഗിലദു ജിൽദിഹി, അവന്റെ ശരീരത്തിലെ തൊലിയില്ലേ, ആ തൊലിയുടെ കട്ടി എത്രയാണെന്നറിയുമോ? നമ്മുടെ ശരീരത്തിലെ തൊലിയില്ലേ, ഈ തൊലിയുടെ കട്ടി എത്രയാണെന്നറിയുമോ? മസീറത്തു സലാസ്, 3 ദിവസം വഴിയാത്ര ചെയ്താൽ എത്ര ദൂരം വരെ നമ്മൾ എത്തുമോ അത്രയും കട്ടിയായിരിക്കും നമ്മുടെ ശരീരത്തിലെ തൊലിക്കെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിൽ പ്രവേശിപ്പിച്ചവന്റെ പല്ല് ഇങ്ങനെയാണെങ്കിൽ, അവന്റെ മോണ ഇങ്ങനെയാണെങ്കിൽ, അവന്റെ തൊലി ഇത്രയും ശക്തമായ കട്ടിയാണെങ്കിൽ, ഈ കട്ടിയാകുന്ന രൂപത്തിൽ നിന്ന്, ഈ മോണയിൽ നിന്ന്, ഈ പല്ലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, നരകത്തിലെ മനുഷ്യന്റെ ഇരിപ്പിടത്തിന്റെ സ്ഥിതി എന്താ? വ ഇന്ന മജ്ലിസഹു മിൻ ജഹന്നം. നരകത്തിലെ ഒരു മനുഷ്യന്റെ ഇരിപ്പിടം, ഒരു മനുഷ്യന് ഇരിക്കാൻ എത്ര സ്ഥലം വേണമെന്നറിയുമോ? റസൂലുള്ള പറയുന്നു, കമാ ബൈന മക്കത്തിൻ വൽ മദീന, മദീനയുടെയും മക്കയുടെയും ഇടയിൽ എത്ര ദൂരമുണ്ട്, അത്രയും സ്ഥലം നരകക്കാരൻ ഇരിക്കാൻ വേണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈ നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലെ ഒരു മനുഷ്യന്റെ ഇരിപ്പിടം മക്കേന്റെയും മദീനയുടെയും ഇടയിലുള്ള അത്രയും ദൂരം ഒന്ന് ആലോചിക്ക സഹോദരങ്ങളെ. ഇത് പഠിക്കണം നമ്മൾ നിസ്കാരത്തിൽ തശഹ്ഹുദിൽ അത്തഹിയാത്തുവിന് ശേഷം സലാത്ത് ചൊല്ലിയിട്ട് പറയുന്നു, പടച്ചോനെ ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. ചോദിക്കുമ്പോ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുമ്പോ നരകത്തെ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ അജിർനി മിനന്നാറെന്ന് പ്രാർത്ഥിക്കുമ്പോ മുസ്ലിമേ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പടച്ചോനെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ തേടുന്നത്. സാധാരണ പറയാറുള്ളൊരു പ്രാർത്ഥന എന്ന നിലക്ക് ഉരവിട്ടു പോവുകയല്ലാതെ ഇത്രയും ഭയാനകരമാണ് നരകമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാ ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന ബോധത്തിലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇനി നരകത്തിന്റെ തീയുടെ അവസ്ഥ എന്താ? ദുനിയാവിലെ തീയിനേക്കാളും 69 ഇരട്ടി കൂട്ടിയതാണ് നരകത്തിലെ തീ. ഒരു തീപ്പെട്ടി ഒരതി അതിന്റെ തീയൊന്ന് കൈവെള്ളയിലേക്കൊന്ന് വെച്ചാൽ, വിരലിന്റെ തുമ്പിലേക്ക് വെച്ചാൽ നമ്മൾ പേടിച്ച് പിന്മാറുന്നു, വേദന കൊണ്ട് പിന്മാറുന്നു. ആ ചൂടിന്റെ കൂടെ അതേപോലെയുള്ള 69 ഇരട്ടിപ്പിച്ചാണ് നരകത്തിലെ തീയെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. ഈ തീയിൽ നിന്നാണ് മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷപ്പെടാനുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, നരകത്തിൽ തിന്നാൻ തരുന്ന ഭക്ഷണമേതാ? നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളമേതാ? നരകത്തിൽ ധരിക്കാൻ തരുന്ന വസ്ത്രമേതാ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നരകത്തിൽ തിന്നാൻ തരുന്ന ഭക്ഷണമേതാ? അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ലരീഅ് എന്നതാണ് മനുഷ്യർക്ക് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം. എന്താ ലരീഅ്? മരുഭൂമിയിലെ ഒരു തരം മുൾച്ചെടിയാണ്. അത് ഉണങ്ങിയാലാണ് അതിനെ ലരീ എന്ന് പറയുന്നത്.
ഖുർആൻ പറഞ്ഞില്ലേ, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീ, അവർക്ക് ലരീയിൽ നിന്നല്ലാതെ മറ്റൊരു ഭക്ഷണമില്ല, അവർക്ക് ലരീയിൽ നിന്നല്ലാതെ മറ്റൊരു ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ,